മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊളിറ്റിക്സ് ആയിരുന്നു എടുത്തത്. ഗ്രോയിങ് അപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെ, ആ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. യെസ്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കില്ലേ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ്. നമ്മുടെ വീട്ടിൽ അലക്കാനും തുടയ്ക്കാനും എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിനായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ സെർവൻ്റ് ആയിട്ട് വരുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവത്തില്ലേ. അപ്പൊ അവരെ കുറിച്ചാണ് മിസ് ദാ ഈ ഒരു ചെറിയ കുഞ്ഞു ക്ലാസ്സിൽ കുഞ്ഞു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. ആരാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്? കണ്ടോ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അനിയന്മാരെയൊക്കെ കുഞ്ഞു പാവന്മാരെയൊക്കെ നോക്കാൻ വരുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അടിച്ചു വാരി തുടയ്ക്കാൻ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി വരുന്നവരൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ മെയിൻലി എന്താണ്, ഇത് സ്ത്രീകളാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആയിട്ട് അധികവും നമുക്ക് കാണാൻ പറ്റുന്ന സ്ത്രീകളെയാണ് അല്ലെ. വുമൻസ് ആണെന്ന് കൂടുതലായിട്ട് എന്താ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആയിട്ട് വരിക. സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ്, ഒരു അടിച്ചു വാരി തുളയ്ക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അല്ലെ. ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്താണ്, അടിച്ചു വാരിയും തുളയൊക്കെ ചെയ്ത് പോവാന്നുള്ളതാണ്. ദെൻ വാഷിംഗ് ക്ലോത്ത് ആൻഡ് ഡിഷസ്, വാഷ് ചെയ്യുക ക്ലോത്ത്സ് ഒക്കെ അല്ലെ, നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇവരായിരിക്കും എന്താണ് അലക്കിയിടുന്നത്. ദെൻ കുക്ക് ചെയ്യും. ദെൻ ലുക്കിംഗ് ആഫ്റ്റർ യങ് ചിൽഡ്രൻ ഓർ ഏർലി, അതായത് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ അല്ലേ, ചെറിയ മക്കളൊക്കെ എന്നാ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകാമെന്നാ ഇവരെ കുട്ടികളൊക്കെ നോക്കുന്നത് ആരായി, ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആണല്ലേ അവരെ നോക്കുന്നത്. പിന്നെ അവർക്ക് ഇതിനുള്ളൊക്കെ സാലറി എന്ന് പറയുന്നത് ലോ വേജസ് ആണ്, ചെറിയ പൈസക്കാണ് എന്താ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നത് അല്ലെ. അവർക്ക് എന്താ അതിനനുസരിച്ചുള്ള വാല്യൂ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് എന്താണ്, അവരും പുച്ഛ മനോഭാവം തന്നെയാണ് നമ്മുടെ സമൂഹം കൊടുക്കുന്നത്. ദെൻ ഹാർഡ് വർക്ക്, ഇവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഫിസിക്കലി എന്താണ്, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീമാണ് നമ്മുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നല്ല ഫിസിക്കൽ വർക്ക് എന്താണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് എടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇവർക്കൊരു വാല്യൂ, അല്ലെങ്കിൽ നല്ല ഹയർ സാലറി, അല്ലെങ്കിൽ നല്ല വേജസ് കൂട്ടിക്കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവരവരുടെ ഫാമിലി ഒക്കെ വിട്ട് വേറൊരു ഫാമിലിയിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ജോലി എടുക്കുമ്പോൾ എന്താ, അവർക്ക് എന്താ നമ്മൾ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല അല്ലെ. അപ്പൊ ഡൊമസ്റ്റിക് വർക്കേഴ്സിൽ മെയിൻലി എന്താണ്, സ്ത്രീകളാണ് വരിക അല്ലെ. നമ്മുടെ വീട്ടിൽ എല്ലാ പണികളും ചെയ്യുന്നത് ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇവർക്കും എന്താണ് സമൂഹത്തിൽ ഒരു വാല്യൂ ഉണ്ടെന്നും അവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷെ അവർക്ക് എന്താ അതിനനുസരിച്ചുള്ള വേജസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതാണ് എന്ത് ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.